ഹലോ ഫ്രണ്ട്സ്, ലേറ്റസ്റ്റ് ആയിട്ടൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്ന മെക്കോൺ ലിമിറ്റഡിൽ നിന്നാണ്. സോ ഇതൊരു മെഡിക്കൽ പ്രൊഫഷണൽ റെഗുലർ ടെസ്റ്റിലേക്കാണ് പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. സോ ഓൺലൈൻ ആപ്ലിക്കേഷൻ ത്രൂ ആണ് ഇത് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഓർത്തിരിക്കുക. സോ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് നോക്കുകയാണെങ്കിൽ 6/3/2026 ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 5/4/2026 ഓർത്തിരിക്കുക. സോ ഏതൊക്കെ പോസ്റ്റാണ് വിളിച്ചത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വന്നിരിക്കുന്നത് സീനിയർ മെഡിക്കൽ ഓഫീസർ ജനറൽ ഫിസിഷ്യനിലേക്കാണ്. നമ്പർ ഓഫ് പോസ്റ്റ് എന്ന് പറയുന്നത് 1 വിളിച്ചിരിക്കുന്നത്. MBBS വിത്ത് MD ഓർ DNB ഇൻ ജനറൽ മെഡിസിൻ ആയിരിക്കണം ക്വാളിഫിക്കേഷൻ. പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. മിനിമം 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. സോ ഈ പറഞ്ഞിരിക്കുന്ന പ്രൈവറ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്, കോർപ്പറേറ്റ് ഇതിലൊക്കെ നിങ്ങൾക്ക് 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. അത് ജനറൽ കാറ്റഗറിക്കാണ് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സെക്കൻഡ് വന്നിരിക്കുന്നത് കൺസൾട്ടൻറ്റ് ജനറൽ ഫിസിഷ്യനിലേക്കാണ്. അത് നമ്പർ ഓഫ് പോസ്റ്റ് 1. അതിൻ്റെ ക്വാളിഫിക്കേഷൻ MBBS വിത്ത് MD ഓർ DNB ഇൻ ജനറൽ മെഡിസിൻ ആണ്. സോ ഇതിൻ്റെ 4 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഈ എക്സ്പീരിയൻസ് അതോടൊപ്പം തന്നെ ജനറൽ കാറ്റഗറിക്കാണ് അത് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ സെക്കൻഡ് വന്നിരിക്കുന്നതാണ് സീനിയർ മെഡിക്കൽ ഓഫീസർ ക്രിട്ടിക്കൽ കെയർ സ്പെഷ്യലിസ്റ്റിലേക്ക്. അതും ഒരു വേക്കൻസിയാണ്. MBBS വിത്ത് MD ഓർ DNB ഇൻ ജനറൽ മെഡിസിൻ അനസ്തേഷ്യ വിത്ത് 1 ഇയർ ഓഫ് പോസ്റ്റൽ ഡോക്ടർ കോഴ്സ് പഠിച്ചിരിക്കണം. സോ മിനിമം 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നാൽ മതി. സോ OBC NCLക്കാർക്കാണ് ഇത് റിസർവ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ വന്നത് ഒരെണ്ണമാണ് കൺസൾട്ടൻറ്റ് ക്രിട്ടിക്കൽ കെയർ സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്ന തസ്തിക. അതിൻ്റെ ക്വാളിഫിക്കേഷൻ MBBS വിത്ത് MD DNB ഇൻ ജനറൽ മെഡിസിൻ ഓർ അനസ്തേഷ്യ ഓർ MBBS വിത്ത് MD ഓർ DNB ഇൻ ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. സോ അതിന് 4 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ OBC NCLനാണ് അത് റിസർവ് ചെയ്തിരിക്കുന്നതെന്ന് ഓർത്തിരിക്കും. ഓരോന്നിൻ്റെ പ്രത്യേക സാലറി ഇവിടെ കൊടുത്തിട്ടുണ്ട്. സീനിയർ മെഡിക്കൽ ഓഫീസറിലൊക്കെ ആണെങ്കിൽ അത് E2 ഗ്രേഡിലാണ് വരുന്നത്. 34 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അത് 60,000 മുതൽ 1,80,000 വരെയാണ് നിങ്ങൾക്ക് സാലറി കിട്ടുന്നത്. കൺസൾട്ടൻറ്റ് ജനറൽ ഫിസിഷ്യൻ നോക്കുകയാണെങ്കിൽ ഇത് E3 ഗ്രേഡാണ്. 38 വയസ്സിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 80,000 മുതൽ 2,20,000 വരെയാണ് നിങ്ങൾക്ക് സാലറി കിട്ടുന്നത്. പിന്നീട് വിളിച്ചിരിക്കുന്നത് സീനിയർ മെഡിക്കൽ ഓഫീസർ ക്രിട്ടിക്കൽ കെയർ സ്പെഷ്യലിസ്റ്റ് ആണ്. അത് E2 ഗ്രേഡാണ്. സോ 34 വയസ്സിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 60,000 മുതൽ 1,80,000 വരെയാണ് സാലറി കിട്ടുന്നത്. പിന്നീട് വിളിച്ചിരിക്കുന്നത് കൺസൾട്ടൻറ്റ് ക്രിട്ടിക്കൽ കെയർ സ്പെഷ്യലിസ്റ്റ് E3 ഗ്രേഡാണ്. സോ അതിന് 38 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 80,000 മുതൽ 2,20,000 വരെയാണ് നിങ്ങൾക്ക് സാലറി കിട്ടുന്നതെന്ന് ഓർത്തിരിക്കുക. സോ വർക്ക് എക്സ്പീരിയൻസ് മാൻഡേറ്ററി ആണെന്ന് ഓർത്തിരിക്കുക. അത് ഓർത്തിരിക്കാം. സോ ഇനി ഇങ്ങനെയാണ് സെലക്ഷൻ പ്രൊസീജിയർ എന്ന് നോക്കാം. ആദ്യം നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യും. അപ്പോൾ അത് പ്രൊഫഷണലി ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റിനെ ആയിരിക്കും ഒരു പേഴ്സണൽ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്തായിരിക്കും നിങ്ങളിത് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അതോടൊപ്പം എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം. www.mezonlimited.gov എന്ന് പറയുന്ന വെബ്സൈറ്റ് എടുക്കുക. അവിടെ കരിയർ എന്ന് പറയുന്ന പോർട്ട് എടുക്കുക. അതിൽ കരിയർ ഓപ്പർച്യൂണിറ്റിയിൽ വന്ന് കിടപ്പുണ്ട്. ഇത് ആക്റ്റീവായിട്ടുള്ള ലിങ്കാണ്. അപ്പോൾ അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ആപ്ലിക്കേഷൻ ഫീസ് നോക്കാം. ജനറൽ OBC EWC കാറ്റഗറിക്ക് വരുന്ന നോൺ റീഫണ്ടബിൾ ഫീ ആണ് 1000 രൂപ എന്ന് ഓർത്തിരിക്കുക. ഈ പോസ്റ്റിംഗ് എവിടെ നോക്കാം. പോസ്റ്റിംഗ് വരുന്നത് ഇസ്പാത്ത് ഹോസ്പിറ്റൽ റാഞ്ചി. അതോടൊപ്പം തന്നെ എനി ലൊക്കേഷൻ ഓഫ് ദ കമ്പനി ആസ് പെർ റിക്വയർമെൻറ്റ് ഒൺലി കാൻഡിഡേറ്റ് വില്ലിംഗ് ടു സർവ് എനിവെയർ ഇൻ ഇന്ത്യ ഷുഡ് അപ്ലൈ എന്ന് വരും. അപ്പം നിങ്ങൾക്ക് എവിടെ വേണേലും അവർ പോസ്റ്റിംഗ് തരാം. അവർ മെയിൻലി പറയുന്നത് ഇസ്പാത്ത് ഹോസ്പിറ്റൽ റാഞ്ചിയിലേക്കാണെന്ന്. എന്നാലും നിങ്ങളെ എവിടെ വേണേലും അവർ പോസ്റ്റ് ചെയ്യാമെന്നും പറയുന്നുണ്ട്. സോ അങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കുക. വൈൽ അപ്ലൈയിങ് ഓൺലൈൻ ദ കാൻഡിഡേറ്റ് നീഡ് ടു അപ്ലോഡ് ദ ഫോളോയിങ് ഡോക്യുമെൻറ്റ് ഇൻ JPG ഫോർമാറ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ JPG ഫോർമാറ്റ് വേണം നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ. സെൽഫ് അറ്റസ്റ്റ് സ്കാൻഡ് കോപ്പീസ് ഓഫ് ഡോക്യുമെൻറ്റ് ഇൻ PDF ഫോർമാറ്റ് എന്നും പറയുന്നുണ്ട്. സോ ഒക്കെ ജസ്റ്റ് നോക്കുക. അപ്പം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുക. അവിടെ നിങ്ങൾക്ക് നേരിട്ട് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം നോ ഹാർഡ് കോപ്പീസ് ഓഫ് ദ ഡോക്യുമെൻറ്റ്സ് ആർ റിക്വയർഡ് ടു ബി സെൻഡ്. അതായത് ഹാർഡ് കോപ്പി ഒന്നും നിങ്ങൾ സെൻഡ് ചെയ്യേണ്ട. ഓൺലൈൻ ത്രൂ അപ്ലൈ ചെയ്താൽ മാത്രം മതി. സോ അപ്പോൾ ഇതാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരെല്ലാം അപ്ലൈ ചെയ്യുക. താങ്ക് യു.